അപ്പോൾ ഗൈസ് നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞു. ഇപ്പോഴും ഡേ 1 തന്നെയാണ്. ഡേ 1 കണ്ടിന്യൂഷനാണ്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്ഥലമൊക്കെ, നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു സൈഡിൽ. ഇപ്പം ഞങ്ങൾ ഫെർക്കിൻ പോയിന്റിലെത്തി. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പോസ്റ്റ് ചെയ്ത് വായിച്ചോ. ഇവിടെ ആണെങ്കിൽ ക്യാമ്പിങ്ങിനൊക്കെ വരുന്നവർക്ക് നിന്ന് താമസിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ലിമിറ്റഡ് സമയമാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു വ്യൂ പോയിന്റിൽ ഒന്ന് പോണ വഴിക്ക് വെച്ച് ഞങ്ങൾ കണ്ടതാണ്. ഞാൻ വീഴാൻ ഇറങ്ങട്ടെ. പോയില്ല. അപ്പം ഞങ്ങളത് ഗൈസ് ഒരു വ്യൂ പോയിന്റ് വന്നിരിക്കുവാണ് പോണ വഴിക്ക്. ഇവിടെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലമാണ്. അപ്പം ഇങ്ങനെ കിടക്കാൻ ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് കയാക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ കയാക്കിംഗ് ഒക്കെ ചെയ്ത് പോകുന്ന കാണിച്ചു തരാം ഗൈസ്. ഇതേ എന്നെ നനക്കല്ലേ, ചേട്ടനോട് വീട് എടുത്തു തരാണ്. എൻ്റെ അമ്മയെ കാണാനില്ല. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഒരു കാസിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിൻ്റെ നല്ല കാസിലേക്ക് കയറുന്ന എൻട്രൻസിന് നല്ല വഴിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇതിൻ്റെ പേരാണ് ഇൻപേററി കാസിൽ. അങ്ങനെയാണ് പേര്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ കൊട്ടാരമാണ്. ഇതിൻ്റെ അകത്ത് എൻട്രൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വേറൊരു തെത്തോന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല. അകത്ത് കയറാനുണ്ട്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കയറണമെന്ന്. അപ്പോൾ അകത്ത് കയറാൻ വേണ്ടി 16 പൗണ്ട്. ഗാർഡനിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഗാർഡനിൽ കൂടെ മാത്രം നടക്കാൻ വേണ്ടി വേറെ പാസ്സുണ്ട്. ഗാർഡൻ ഇതും കൂടെ കയറാൻ വേണ്ടി പാസ്സുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാനേ. 1743 പണിത് ഈ കൊട്ടാരം 75,000 ഏക്കർ എസ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. അത് വലിയ കൊട്ടാരാ. എനിക്ക് അതിൻ്റെ അകത്തേക്ക് പോകണമെന്നുണ്ട് കേട്ടാ. കണ്ടോ ഗൈസ്, മലയുടെ മുകളിലേക്ക് എന്തോ ഉണ്ട്. എന്തോന്ന് അറിയത്തില്ല. അവിടെ ആരും നിൽക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു. ആണോ? മുകളിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കണ്ട കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നല്ല വലിയ കൊട്ടാരം.